നമസ്കാരം എക്സ് പ്രോഗ്രാമിംഗ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഒരു PHPയുടെ ഫ്രെയിംവർക്കാണ്. അപ്പം എല്ലാവർക്കും കോർ PHPനെ കുറിച്ച് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അറിയാൻ പറ്റാത്തവർക്ക് എൻ്റെ PHP ക്ലാസ് മുമ്പത്തെ PHP സെഷൻസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് വരിക. അതിനുശേഷം മാത്രമേ നമുക്ക് ഫ്രെയിംവർക്കിലോട്ട് പോയാൽ മതി. അപ്പോൾ പലതരം ഫ്രെയിംവർക്ക്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഞാനൊരു മോശമില്ലാത്തൊരു ഫ്രെയിംവർക്ക് ലറാവൽ ഫ്രെയിംവർക്കാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഞാൻ സാധാരണ കൈകാര്യം ചെയ്യുന്നത് ലറാവൽ കോർഡിനേറ്ററും YIയും ആണ് ഞാൻ സാധാരണ കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫ്രെയിംവർക്ക് പോലെ തന്നെ വേർഡ് പ്രസ്സും ഓപ്പൺ കാർട്ടും ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ ലറാവലിൻ്റെ ക്ലാസ്സാണ്, സ്റ്റാർട്ടിങ് സെഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ലറാവൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ലറാവൽ ഡയറക്റ്റ് സൈറ്റിലോട്ട് പോയി അവരുടെ ഒഫീഷ്യൽ സൈറ്റിലോട്ട് പോയിട്ട് ഇൻസ്റ്റാളേഷനിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇൻ്റർനെറ്റ് കുറച്ച് സ്ലോ ആണ്. 5.8 ആണ് ഇപ്പോൾ സ്റ്റേബിളായിട്ടുള്ള വേർഷൻ. കുറേ വേർഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. 5.8 ഇപ്പോൾ സ്റ്റേബിളാണ്. അപ്പോൾ 5.8 നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിനേക്കാൾ മുമ്പ് നമ്മുടെ PHPയിൽ വേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നുള്ളത്. PHP 7.1.3 ഈക്വലോ ഗ്രേറ്റർ ആയിരിക്കണം. BC മാത്ത്, C ടൈപ്പ് എക്സ്റ്റൻഷൻ, JSON, MB സ്ട്രിങ്, OpenSSL, PDO, ടോക്കണൈസർ, XML, അങ്ങനെ പല എക്സ്റ്റൻഷൻസും എനേബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. മീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫ്രെയിംവർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ എക്സ്റ്റൻഷൻസും ഒന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ പോലെ ഇരിക്കും ആ എക്സ്റ്റൻഷൻ എനേബിൾ ചെയ്യേണ്ടത് ഡിസേബിൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ സാമ്പാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഇതിലുള്ള ബേസിക് ഇതിലുള്ള എക്സ്റ്റൻഷൻസ് ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം നമുക്ക് ആദ്യം നോക്കാം. പിന്നെ അതേക്കാൾ മുമ്പ് ഫ്രെയിംവർക്ക് പഠിക്കാനായിട്ട് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്തിനാണ് നമ്മൾ ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്നത്. കോർ PHPയിൽ തന്നെ ചെയ്താൽ പോരെ. കോർ PHPയിൽ ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഹൈ സെക്യൂരിറ്റിയും പെട്ടെന്ന് പ്രോഗ്രാം ചെയ്യാനും എളുപ്പത്തിന് വേണ്ടിയാണ് ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കമ്പനീസിലെല്ലാം ഫ്രെയിംവർക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഹൈ സെക്യൂരിറ്റിയാണ്. അതായത് നമുക്ക് കോർ PHPയിൽ സ്റ്റാർട്ടിങ് മുതലേ തുടങ്ങുമ്പോൾ സെക്യൂരിറ്റി എല്ലാം പ്രശ്നം വരും. യൂസർ നെയിം, പാസ്വേഡ്, ലോഗിൻ ചെയ്യുന്ന പരിപാടി, അങ്ങനത്തെ കാര്യങ്ങളിൽ സെക്യൂരിറ്റി കുറവുണ്ടാകും. അപ്പോൾ കോർ PHPയിൽ നമുക്ക് കൂടുതലായിട്ട് സെക്യൂരിറ്റീസ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടി തന്നെ സമയം കളയേണ്ടി വരും. അപ്പോൾ അത് നമുക്കിതിൽ ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റ് കോഡിംഗ് ആണ്. ഫാസ്റ്റ് കോഡിംഗ് എന്ന് പറയുമ്പോൾ കോർ PHPയിലാകുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ സമയം എടുക്കും. ഇതിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബൈ ഡീഫോൾട്ട് കുറേ പ്ലഗിൻസ് പോലെ നമുക്ക് എടുക്കാൻ പറ്റും ഓരോ കാര്യങ്ങളും. ഓക്കെ, അതുകൊണ്ട് ഇത് ഫാസ്റ്റാണ്, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും ഫ്രെയിംവർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ. പിന്നെ അതുപോലെ ഫ്രെയിംവർക്ക് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള സംഭവമാണ്. MVC കേട്ടിട്ടുണ്ടാവുമായിരിക്കും, മോഡൽ വ്യൂ കൺട്രോളർ. അപ്പോൾ MVC രൂപത്തിലാണ് ഫ്രെയിംവർക്ക്സ് ഉണ്ടാകുന്നത് സാധാരണ. അപ്പോൾ അത് സ്ട്രക്ചർ ചെയ്ത കാര്യമായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയിൽ ഇപ്പോൾ ഒരു എംപ്ലോയി കയറി, അപ്പോൾ കോർ PHPയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ വർക്കെല്ലാം കോർ PHPയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പുതിയൊരു എംപ്ലോയിക്ക് അത് പഠിച്ചെടുക്കണമെങ്കിൽ കുറേ സമയം എടുക്കും. കാരണം ഒരാളുടെ ഒരു ഡിസൈൻ ആയിരിക്കും ആ കോർ PHPയിലുള്ള പ്രോഗ്രാം. അവിടുത്തെ ചിലപ്പോൾ സീനിയർ ഡെവലപ്പറിൻ്റെ ഡിസൈൻ ആയിരിക്കാം. അപ്പോൾ നേരെ മറിച്ച് ഫ്രെയിംവർക്കിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു എംപ്ലോയിക്ക് ആ ഫ്രെയിംവർക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു കൺസെപ്റ്റ് MVC മോഡലായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഫ്രെയിംവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ആ ഒരു പുതിയൊരു എംപ്ലോയിക്ക് അത് പഠിച്ചെടുക്കാൻ വേണ്ടി പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് കോർ PHP ഉപയോഗിക്കാണ്ട് ഫ്രെയിംവർക്ക് ഉപയോഗിക്കണമെന്ന് പറയുന്നത് വേറൊരു അഡ്വാൻറ്റേജ്. ഒരു എംപ്ലോയി ഇപ്പോൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ പുതിയൊരു എംപ്ലോയിനെ നമുക്ക് പെട്ടെന്ന് നിയമിക്കാൻ പറ്റും ഫ്രെയിംവർക്ക് ചെയ്തുകൊണ്ട്. കോർ PHPയിലാണെങ്കിൽ അത് പെട്ടെന്ന് നടക്കും, പക്ഷേ സമയമെടുക്കും. ആ എംപ്ലോയിൻ്റെ കാലിബർ അനുസരിച്ചിരിക്കും എത്രത്തോളം പഠിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, അതൊക്കെ വിട്ടെ. അപ്പോൾ ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്ന
കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. പിന്നെയും കുറേ കാര്യങ്ങളുണ്ട് ഫ്രെയിം വർക്ക് ഉപയോഗിക്കുന്നതിൽ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഇനി നമുക്കൊരു PHP ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ സാമ്പോ ഇൻസ്റ്റാൾ ചെയ്ത് ഡയറക്ടറിലോട്ട് പോവുക. ഞാൻ ഓൾറെഡി ഒരു സാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ തന്നെ റൺ ചെയ്യണമെന്നാണ് എൻ്റെ ഉദ്ദേശം. ബൈ ഡീഫോൾട്ട് ഇവരുടെ ഒരു ലോക്കൽ സെർവർ ഉണ്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഉപയോഗിക്കാം. അതല്ല നിങ്ങളുടെ തന്നെ സ്വന്തം സെർവറിലാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. HT docsൻ്റെ അകത്ത് ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഞാനൊരു സബ്ലൈമിലാണ് ഞാനിപ്പോൾ എഡിറ്ററായിട്ട് ഉപയോഗിക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഏത് എഡിറ്റേഴ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇന്ന എഡിറ്റേഴ്സ് കൊണ്ടൊന്നുമില്ല, നിങ്ങളുടെ ഫീസിബിൾ ആകുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള എഡിറ്റേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊരു PHP ജസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എന്തൊക്കെ എക്സ്റ്റൻഷൻസ് എൻ്റെ എനേബിൾ ആയിട്ടുണ്ട് ഡിസേബിൾ ആയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്കോ PHP info എന്നൊരു ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് PHP info ഡയറക്റ്റ് കോൾ ചെയ്ത ചില PHP എക്സ്റ്റൻഷൻസ് വർക്ക് ചെയ്യും. ചിലതിൽ വാണിംഗ് കാണിക്കും, കാരണം ടൈം ബേസ് ചെയ്തിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് വാണിംഗ് കാണിക്കും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് എക്കോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എക്കോ അത് പബ്ലിക്കിൻ്റെ അകത്ത് ഞാൻ സേവ് ചെയ്യുന്നു, info.php. ഓക്കെ, അതൊന്ന് റൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ IP അഡ്രസ്സ് ഉണ്ട്. ആ IP അഡ്രസ് /info.php ഞാൻ കോൾ ചെയ്യും. info.php എൻ്റെ IPക്ക് വന്നിട്ടില്ല. നോക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, ഇൻഫോ സേവ് ആയിട്ടില്ല. അപ്പോൾ ഇതെവിടെ സേവ് ആയത് നോക്കട്ടെ. Ctrl+Shift+S. ഓക്കെ, ഇത് എനിക്കൊന്ന് വേറെ എവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ നമുക്ക് ലാമ്പ് HT docs അതിൻ്റെ അകത്ത് info.php. ഓക്കെ, അപ്പോൾ ഒരു വാമ്പാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ www റൂട്ടിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. വാമ്പ് /www റൂട്ടോ അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യും. ഇതിപ്പോൾ സാമ്പ് ആയതുകൊണ്ട് സാമ്പ് /HT docsനകത്ത് ചെയ്യുന്നു. ഒന്നുമില്ല, ഇത് ഡൗട്ട് അടിക്കാനൊന്നുമില്ല. നമുക്ക് എന്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ PHPയിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. ഇപ്പോൾ വാമ്പാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാമ്പിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PHP ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അതങ്ങനെ കാണുന്നതിന് പോലെ തന്നെയാണ് ഇവിടെയും വരുന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 7.1.3 ആണ്. അപ്പോൾ എൻ്റെ 7.1.10 ആണ്. മോശമല്ല. പിന്നെ BC മാത്ത് എക്സ്റ്റൻഷൻ ഉണ്ടാക്കണം. BC മാത്ത് എക്സ്റ്റൻഷൻ എനേബിൾ ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ C ടൈപ്പ് ഉണ്ടാവുക. C ടൈപ്പ് എനേബിൾഡ് ആണ്. അതേപോലെ JSON ഉണ്ടാവുക. ബൈ ഡീഫോൾട്ട് ഏകദേശം എല്ലാം എനേബിൾ ആയിരിക്കും. അതേപോലെ MB സ്ട്രിങ് എനേബിൾ ചെയ്തിട്ടുണ്ടാക്കാം. MB സ്ട്രിങ് എനേബിൾ ആണ്. OpenSSL എനേബിൾ ചെയ്തിട്ടുണ്ടാക്കാം. OpenSSL എനേബിൾ ആണ്. PDO എനേബിൾ ആണെന്ന് നോക്കാം. സോറി, PDO എനേബിൾ ആവാൻ ചാൻസ് ഉണ്ട്, കാരണം അതിലൊക്കെ വേണം എന്തായാലും. പിന്നെ അതേപോലെ ടോക്കണൈസർ അത് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉണ്ട്. നെക്സ്റ്റ് XML. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഇല്ല, ഇതൊക്കെ ഏതെങ്കിലും ഒന്ന് മിസ്സിങ് ഉണ്ടെങ്കിൽ php.ini ഫയൽ ഉണ്ട്. അപ്പോൾ ആ php.ini ഫയലിൽ പോയിട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻസ് എനേബിൾ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്യും. ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇഷ്ടംപടി ഉണ്ട് PHPൻ്റെ എക്സ്റ്റൻഷൻസ് എനേബിൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ പറയുന്നില്ല. ഇവിടെ നമുക്ക് ജസ്റ്റ് Laravel ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പോസർ വെച്ചിട്ട് Laravel ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, Laravelൻ്റെ ഇൻസ്റ്റാളർ വെച്ചിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പോസർ ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ സാധാരണ ചെയ്യുന്നത് ക്രിയേറ്റ് പ്രോജക്റ്റ് വെച്ചാണ്. അപ്പോൾ ഈ ഒരു ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇതിപ്പോൾ ലാമ്പിൽ തന്നെ അല്ല സാമ്പിൾ തന്നെ പേസ്റ്റ് ചെയ്യ അകത്ത് കയറിയിട്ട് പ്രൊജക്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഏത് ഫോൾഡറിൻ്റെ നിങ്ങളുടെ C ഡ്രൈവ് D ഡ്രൈവ് ഏതിൻ്റെ അകത്ത് വേണമെന്ന് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം. എന്നിട്ട് അറ്റ് എ ടൈം ഈ സെർവർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് റൺ ചെയ്യുന്നുള്ളത്.
ഓക്കെ. അപ്പോൾ ഞാനിവിടെ ലാമ്പിൻ്റെ അകത്താണ് ഉദ്ദേശിച്ചുള്ളത്. ലാമ്പിൻ്റെ അകത്ത് HD Docsൻ്റെ അകത്ത് പുതിയൊരു പ്രോജക്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അവിടെ ആ പാത്തിൻ്റെ അകത്ത് ആദ്യം പോകണം. ഞാൻ ഓൾറെഡി ആ പാത്ത് അവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പാത്തിൻ്റെ അകത്ത് പോയിട്ടുമുണ്ട്. എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക, കമാൻഡ് ലൈനിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ കമ്പോസർ ക്രിയേറ്റ് പ്രോജക്റ്റ് പ്രിഫർഡ് ഡിസ്റ്റൻസ് ലറാവൽ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഇത് കമാൻഡ് ലൈൻ കോഡ് ഫോളോ ചെയ്തിട്ട് അവസാനം ഈ ബ്ലോഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കുക. ബ്ലോഗ് അല്ലെങ്കിൽ വേറെ ഇഷ്ടമുള്ള പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേര് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് ബ്ലോഗ് പേര് മാറ്റിയിട്ട് നിങ്ങളുടെ പുതിയ പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കുക. ഞാൻ ഓൾറെഡി അത് ക്രിയേറ്റ് ആക്കിയതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ ഫോൾഡറിൻ്റെ അകത്ത് പബ്ലിക് HD Docsൻ്റെ അകത്ത് ആ ബ്ലോഗ് എന്ന് അത് എന്താണ് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേര്, ആ പ്രോജക്റ്റിൻ്റെ പേരിനനുസരിച്ച് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കോഡ്സും ഉണ്ടാവും. ഇനി ഇത് റൺ ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ റൺ ചെയ്യണമെങ്കിൽ ആ ബ്ലോഗിൻ്റെ അകത്തോട്ട് കയറണം. നമ്മുടെ കമാൻഡ് ലൈൻ ടൂൾ ഉപയോഗിച്ച് CD ബ്ലോഗ്. ഓക്കെ. ഇനി നമുക്കിത് നമ്മുടെ സെർവർ, ഞാൻ പറഞ്ഞു നമ്മൾ രണ്ട് രീതിയിൽ സെർവർ റൺ ചെയ്യാം. നമ്മുടെ കോഡ് റൺ ചെയ്യാം. ഒന്നെങ്കിൽ നമ്മുടെ ലാമ്പ് അല്ലെങ്കിൽ സാമ്പ് അല്ലെങ്കിൽ വാമ്പ്, ഏതെങ്കിലും ആ വാമ്പ് സെർവറിൻ്റെ അകത്ത് കയറിയിട്ട് കോഡിൽ റൺ ചെയ്യാം. അല്ലെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് സെർവർ ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യാം. ഇത് നോക്കുക, അറ്റ് എ ടൈം സെർവർ ക്രിയേറ്റ് ചെയ്യുന്നത് PHP സെർവർ എന്ന് കമാൻഡ്. ഒരു മിനിറ്റ്, PHP സെർവർ ഓപ്പൺ ആകുന്നില്ല. PHP ആർട്ടിസൺ സെർവാണ്. കമാൻഡ് ലൈനിൽ PHP ആർട്ടിസൺ സെർവർ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പോർട്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ലറാവലിൻ്റെ പോർട്ട് നേരത്തെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ മതി. നിങ്ങളുടെ കമാൻഡ് ലൈൻ ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ പോർട്ട് നമ്പർ ക്ലോസ് ആവും. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ വിർച്വൽ സെർവറാണ്. അറ്റ് എ ടൈം ലറാവലിന് നമ്മുടെ PHP ആർട്ടിസൺ സെർവർ കൊടുത്ത സമയത്ത് ക്രിയേറ്റ് ചെയ്ത സെർവറാണ് ഇത്. 127.0.1, അതായത് ലോക്കൽ ഹോസ്റ്റ് ഫുൾ കോളൻ 800.1, അതായത് പോർട്ട് നമ്പർ വെച്ചുള്ളൊരു ഇത്. അപ്പോൾ ബേസിക് ലറാവൽ റൺ ചെയ്തു, പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നേരെ മറിച്ച് നമുക്കിത് നമ്മുടെ സെർവറിൽ റൺ ചെയ്യണമെങ്കിൽ, നമ്മുടെ ലാമ്പിൽ അല്ല സാമ്പിൾ റൺ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര് സ്ലാഷ്, എന്തായാലും നിങ്ങളുടെ ലോക്കൽ ഹോസ്റ്റ് സ്ലാഷ് പ്രോജക്റ്റിൻ്റെ പേര് സ്ലാഷ് പബ്ലിക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോജക്റ്റ് റണ്ണോ. ഓക്കെ. അപ്പോൾ അതിനേക്കാൾ മുമ്പ് ഒരു കാര്യം ചെയ്യേണ്ടത് വെച്ചാൽ, പബ്ലിക്കിൻ്റെ അകത്ത് ഒരു HTAccess ഫയൽ ഉണ്ട്, .HTAccess ഫയൽ. അപ്പോൾ അതൊന്ന് മാറ്റണം. അപ്പോൾ ഇവിടെ അവർ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട് മാറ്റാനുള്ള. ഇത് അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഇത് PHPക്ക് വേണ്ടിയാണ്. ഇത് വിൻഡോസ്, ഇപ്പോൾ നമ്മുടെ സെർവർ ലിനക്സ് ബേസ്ഡ് ആയതുകൊണ്ട് ഞാനിത് ലിനക്സിൽ HTAccessൻ്റെ കോഡ് എഴുതി. നിങ്ങളുടെ സെർവർ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിൻ്റെ ഇത് വർക്ക് ചെയ്യും. ഞാൻ ഇത് HTAccess കൊടുത്തു മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ അധികം ലിനക്സിൻ്റെ സെർവറായിരിക്കും ഉപയോഗിക്കുന്നത് PHP. അപ്പോൾ എനിക്ക് HTAccess കോഡ് ഇങ്ങനെ മതി. നിങ്ങൾക്കിപ്പോൾ വിൻഡോസിൻ്റെ അസൂർ ബേസ്ഡ് സെർവറാണെങ്കിൽ നിങ്ങൾക്ക് അത് മതി. അപ്പോൾ തന്നെ നിങ്ങളുടെ ഹോസ്റ്റിംഗ് പ്രൊവൈഡർ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ HTAccess വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ റൺ ചെയ്തു നമ്മുടെ ലറാവൽ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ലറാവൽ കോഡിങ്ങിൻ്റെ സ്ട്രക്ചറിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ ഞാൻ മുമ്പ് പറയുന്ന പോലെ തന്നെ ലറാവൽ പഠിക്കണമെങ്കിൽ മൊത്തം ഇരുന്ന് ഡോക്യുമെൻ്റ് പഠിച്ച ശേഷം ലറാവൽ പഠിക്കാതിരിക്കുക. ജസ്റ്റ് ഒരു കോർ PHP ഒരു ബേസ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ പഠിക്കാം. ബേസിക് എന്താണ് വേണ്ടത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. അല്ലാണ്ട് മൊത്തം ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ മൊത്തം പഠിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് പിന്നെ പ്രശ്നമായിരിക്കും. അപ്പോൾ ലറാവൽ ഇൻസ്റ്റാൾ ചെയ്തു. ലറാവൽ ഇൻസ്റ്റാൾ ചെയ്യുന്നൊന്നും ഡൗട്ടൊന്നുമില്ല.
അത് കഴിഞ്ഞ് നമുക്ക് ആ കോഡിലോട്ട് പോയി. ഞാൻ ഇപ്പോൾ സബ്ലൈമാണ് യൂസ് ചെയ്തത്. സബ്ലൈം യൂസ് ചെയ്തിട്ട് ആ ബ്ലോഗ് എന്നൊരു ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രീം വ്യൂവർ ഉപയോഗിക്കാം, വിഷ്വൽ ബേസിക് ഉപയോഗിക്കാം, ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് എഡിറ്ററായിട്ട്. അതിന് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരു .env ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് DB കണക്ഷൻസും കാര്യങ്ങളും ബാക്കിയുള്ള സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ഇതിലൂടെ പറയാം. അപ്പോൾ വഴിയെ നമുക്ക് പ്രോഗ്രാം പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു env ഫയൽ ഒന്ന് ഓർത്ത് നോക്കാം. അതേപോലെ തന്നെ ഇവിടെ package.json ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം എന്തൊക്കെ പാക്കേജ് നമ്മളുടെ കാര്യങ്ങളുണ്ട്. പിന്നെ വരുന്നുള്ളത് കോൺഫിഗാണ്. കോൺഫിഗിൽ ആപ്പ് കോൺഫിഗ് ഉണ്ട്, എൻവയോൺമെൻറ്റ് വേരിയബിളും. ഇതിപ്പോൾ പ്രൊഡക്ഷൻ ലെവലിലാണ് ഉള്ളത്, അതൊന്ന് ഓർത്ത് നോക്കുക. പിന്നെ നമ്മുടെ ആപ്പിൻ്റെ പേര് Laravel എന്ന രീതിയിലുള്ള ഡീബഗ് ട്രൂ ആണ് ഫോൾസ് ആണ്. ഡീബഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ലെവലിലാണെങ്കിൽ ഡീബഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടെസ്റ്റിംഗ് ലെവലാണെങ്കിൽ ഡീബഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് എറർ ഷോ ചെയ്യിക്കണം. അപ്പോൾ അതാണ് ഇവിടെ ഡീബഗിന് ഉദ്ദേശിച്ചുള്ളത്. പിന്നെ ബാക്കി URL കാര്യങ്ങളും വരുന്നുണ്ട്, അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ടൈം സോൺ, UTC ലോഗ്, നിങ്ങൾ ഇത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള പ്രൊവൈഡേഴ്സും അലിയാസസുമാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇനി പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ ഒരു app.php ഉള്ള കുറച്ച് ഈ പ്രൊവൈഡേഴ്സും അലിയാസസും മറക്കാൻ പാടില്ല, അത് ഇവിടെയാണുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഡാറ്റാബേസ് ഞാൻ നേരത്തെ പറഞ്ഞു .env ഫയലിൽ ഡാറ്റാബേസ് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെയും ഡാറ്റാബേസ് നമുക്ക് കണക്ട് ചെയ്യാം. MySQL, PostgreSQL, SQL സെർവർ. അപ്പോൾ നമുക്ക് ഏതാണ് ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് സെർവേഴ്സിനെ കണക്ട് ചെയ്യാം. അപ്പോൾ അത് അത്ര ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ആ 2-3 കാര്യങ്ങൾ നമുക്ക് നോക്കി. ഓക്കെ, അത്ര മതി. ഇനി Laravel ചെയ്യുന്ന സമയത്ത് MVC മോഡലാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ മോഡൽ വ്യൂ കൺട്രോളാണ്. മോഡൽ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസാണ്. ഡാറ്റാബേസിൻ്റെ കണക്ഷനുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും രീതിയാണ് മോഡൽ വരുന്നത്. പിന്നെ ബൈ ഡിഫോൾട്ട് Laravelന് മോഡൽ എന്നൊരു ഫോൾഡറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, അത് ഓർത്ത് നോക്കണം. പിന്നെ രണ്ടാമത് വ്യൂ ആണ്. വ്യൂ എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന കാര്യങ്ങളാണ്. പുറത്ത് കാണുന്ന സാധാരണ നമ്മുടെ ഫ്രണ്ട് എൻഡിൽ വരുന്ന HTML കണ്ടൻസ് ആണ്. HTML, JavaScript അങ്ങനത്തെ കുറേ കണ്ടൻസ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ വ്യൂവിനെ കുറിച്ച് അറിയണമെങ്കിൽ റിസോഴ്സസിൽ വ്യൂസ് ഉണ്ട്. ഓക്കെ, റിസോഴ്സിൻ്റെ അകത്താണ് വ്യൂവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വ്യൂവിൽ വരുന്നത് നോക്കിയോ, Laravel ഡോക്ക്, Laracast, ന്യൂസ്, ബ്ലോഗ്. അപ്പോൾ ഒരു ഹോം പേജ് ഉണ്ട് അവിടെ. അതാണ് ഇവിടെ welcome.blade.php എന്നാണ്. ഓക്കെ, അപ്പോൾ welcome.blade. ഈ ബ്ലേഡാണുള്ളത് ഉപയോഗിക്കുന്നത്. ചില സമയത്ത് ചില സ്ഥലത്തുള്ള നിങ്ങൾക്ക് ട്വിഗ് കാണാം. ഓക്കെ, അപ്പോൾ ട്വിഗ്, ബ്ലേഡ്, അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ ഓപ്പൺ കാട്ടിൽ നിങ്ങൾക്ക് ട്വിഗ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ബ്ലേഡാണ് ഉപയോഗിച്ചുള്ളത്. welcome.blade.php. അതിൻ്റെ അകത്ത് സ്റ്റൈൽസ്, മെറ്റാഡാ എല്ലാം HTML കണ്ടൻസ് മൊത്തം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടീഷൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിസോഴ്സിനകത്ത് JavaScript, ലാംഗ്വേജ്, SASS പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഇതിന് വരുന്നില്ല CSS കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞത്, ബൂട്ട്സ്ട്രാപ്പും കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇവിടെ CSS. അതൊരു ഫോർമാറ്റാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ പറയാം, പഠിക്കാം. അപ്പോൾ വ്യൂ പറഞ്ഞു, മോഡൽ കഴിഞ്ഞ് വ്യൂ കഴിഞ്ഞു. ഇനി കൺട്രോളാണ്. കൺട്രോൾ നമ്മുടെ സാധാരണ കോഡിങ്ങാണ്, രണ്ടും കൂടി കണക്ട് ചെയ്തുള്ള കോഡിങ്ങാണ് കൺട്രോൾ വരുന്നത്. അപ്പോൾ കൺട്രോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ ആപ്പിൽ HTTPയിൽ കൺട്രോളിൻ്റെ അകത്താണ്. അപ്പോൾ കൺട്രോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മിഡിൽ വെയർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പ്രൊവൈഡേഴ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് കൺട്രോളർ മാത്രം മതി. ഇപ്പോൾ ഇതിന് ഉപയോഗിച്ച കൺട്രോളർ ഒരു ക്ലാസ് ഉണ്ടാക്കി, ക്ലാസ് കൺട്രോളർ അങ്ങനത്തെ കുറച്ച് കാര്യം. പിന്നെ അതിൻ്റെ അടുത്ത് ബൈ ഡീഫോൾട്ട് ഒരു ലോഗിൻ കൺട്രോളർ, രജിസ്റ്റർ കൺട്രോളർ അങ്ങനത്തെ കുറേ കൺട്രോളേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ ഇത് കൺട്രോളർ എന്തിനാണ്? മോഡലും വ്യൂവും കണക്ട് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യിക്കാനാണ്. ഒരു ഫുൾ PHP കോഡ് കൺട്രോളറാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്യിക്കാനുള്ള കാര്യങ്ങളെല്ലാം കൺട്രോളർ നമുക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറേ കൺട്രോളേഴ്സും ഉണ്ട്. അപ്പോൾ മോഡൽ എന്താണെന്ന് മനസ്സിലായി, വ്യൂ എന്താണെന്ന് മനസ്സിലായി, കൺട്രോളർ എന്താണെന്ന് മനസ്സിലായി. അത് പക്ക മനസ്സിലായിരിക്കണം. പിന്നെ അത് എവിടെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് റൂട്ടാണ്. ഓക്കെ,
ഇവ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ പബ്ലിക് പഠിക്കട്ടെ. ഇവിടെ സ്ലാഷ് ലോഗിൻ, ഇവ ലോഗിൻ ഇല്ല, ഇപ്പം ലോഗിൻ വരണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്ലാഷ് ലോഗിൻ, അപ്പോൾ ലോഗിൻ പേജ് വരണം. സ്ലാഷ് രജിസ്റ്റർ പേജ് വരണം. ഓക്കെ, അങ്ങനത്തെ കൺസെപ്റ്റിലോട്ട് പോകുമ്പോൾ സമയത്ത് നമുക്ക് റൂട്ട്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ വെൽക്കം എന്നൊരു വ്യൂ ഇവിടെ വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ലോഗിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, നേരത്തെ നമുക്ക് 404 ആയിരുന്നു, ഇപ്പോൾ 404 എന്ന് പറഞ്ഞാൽ പേജ് ഇല്ല എന്ന് മനസ്സിലാക്കാം. അപ്പം ഞാനത് മാറ്റിയപ്പോൾ ശരി. ഇനിയിപ്പോൾ നമുക്ക് സാധാരണ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. കണ്ട 404 വന്നു. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ റൂട്ടിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഇതിലറിയാനുള്ളത് .env ആപ്പിൽ HTTPയിൽ കൺട്രോൾസിനെ കുറിച്ച്, പിന്നെ അതിലൊരു ബൈ ഡീഫോൾട്ട് മോഡൽ എന്നൊരു ഫോൾഡറൊന്നുമില്ല. അപ്പോൾ മോഡലിനെ കുറിച്ച് നമുക്ക് വഴിയെ പഠിക്കാം. മോഡൽ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് കണക്ട് ചെയ്തിട്ടുള്ള ടേബിൾസുമായിട്ട് അങ്ങനത്തെ കോഡിങ്സ് ആയിരിക്കും മോഡൽ ഉണ്ടാവും. അതേപോലെ തന്നെ കൺട്രോൾസിൽ അതിന് വ്യൂവിന് കൺട്രോളിന് കണക്ട് ചെയ്തിട്ടുള്ള കുറേ കോഡിങ്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇത് ഡയറക്റ്റ് ഈ റൂട്ടിൽ ഡയറക്റ്റ് വ്യൂ കോൾ ചെയ്യുന്നുണ്ട്, കൺട്രോളായിട്ട് ഒരു ടച്ചും വരുന്നില്ല. അതും കൂടി മനസ്സിലാക്കിയാണ്. കൺട്രോൾ ടച്ച് ഇല്ലാണ്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു പേജ് വ്യൂ ചെയ്യിച്ചാണ്. ഇവിടെ മോഡലായിട്ട് കണക്റ്റ് ഇല്ല, കൺട്രോളായിട്ട് കണക്റ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ കൺട്രോളർ ഒരു ഇൻ്റർമീഡിയറ്റ് ഉപയോഗിക്കും. മോഡലിനും വ്യൂവിൻ്റെ ഇടയിൽ ഇൻ്റർമീഡിയറ്റ് നമുക്ക് കൺട്രോൾ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ മിഡിൽ വെയറും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ പഠിക്കുമ്പോൾ ബേസായിട്ട് ജസ്റ്റ് ഈ പാത്തൊക്കെ ഓർത്ത് വെക്കുക. ആദ്യം എന്തിനാണ് മോഡല്, എന്തിനാണ് വ്യൂ, എന്തിനാണ് കൺട്രോളർ, env ആപ്പിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, അതുപോലെ കോൺഫിഗിൻ്റെ അകത്ത് നമുക്ക് മെയിൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ, ഡാറ്റാബേസ് ഒരു ഫോൾഡർ ഉണ്ട്, അത് മൈഗ്രേഷൻ എന്നൊരു കണ്ടത്, അത് മൈഗ്രേഷൻ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ ഡാറ്റാബേസ് ഫോൾഡർ അതവിടെ വയ്ക്കട്ടെ, അത് പിന്നെ നമുക്ക് നോക്കാം. മൈഗ്രേഷൻ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇന്നത്തെ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് സെഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഓരോ ലൈവ് പ്രൊജക്റ്റ് നമുക്ക് ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ ലൈവ് പ്രൊജക്റ്റ് ചെയ്യുന്നതോട് അനുസരിച്ച് തന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ആ കാര്യം ഉപയോഗിക്കുന്നത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ സെഷൻ കാണാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തികളാണെങ്കിൽ എൻ്റെ ചാനൽ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിൽ. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ബൈ.